ശബരിമല യുവതീ പ്രവേശന വിഷയം ഉൾപ്പെടെ പരിഗണിക്കുന്ന 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപവൽക്കരണം പരിഗണനയിലാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങളാണ് 9 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനാ വിഷയമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. KC ഉണ്ണികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഉണ്ണി, ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഒരു പരാമർശം ഉണ്ടായതെന്ന് വ്യക്തമാകുന്നു. എന്തൊക്കെയാണ് അഭിമുഖത്തിൽ ചീഫ് ജസ്റ്റിസ് പരാമർശിച്ച പ്രധാനമായും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? തീർച്ചയായും ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഗണിക്കാനായൊരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിൻ്റെ സാധ്യത പരിശോധിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇക്കാര്യത്തിൽ ചീഫ് ജസ്റ്റിസ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മതസ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ സ്ത്രീ അവകാശങ്ങളെ സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. എന്നാൽ എപ്പോൾ മുതൽ ബെഞ്ച് വാദം കേട്ട് തുടങ്ങും എന്നടക്കമുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്നതാണ് കാണേണ്ട ഒരു കാര്യം. കൂടാതെ ഈ ശബരിമല യുവതീ പ്രവേശനത്തിന് പുറമെ ഈ മുസ്ലിം പള്ളികളിലെ സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെല്ലാം ഈ 9 അംഗ ബെഞ്ചിൻ്റെ പരിഗണനയിലുണ്ടാവും. 9 അംഗ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. കൂടാതെ ഈ നിരവധി സുപ്രധാന ഭരണഘടനാ വിഷയങ്ങൾ ഭരണഘടനാ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന തീർപ്പ് കൽപ്പിക്കാത്ത ഹർജികൾ കൈകാര്യം ചെയ്യുന്നതിനായി കഴിയുന്നത്ര ഭരണഘടനാ ബെഞ്ചുകൾ സ്ഥാപിക്കുന്നതാണ് മുൻഗണനകളിലൊന്നെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയുണ്ടായി. നമുക്കറിയാം ഈ ഒരു വർഷത്തിലധികം കാലാവധിയുണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്. അപ്പോൾ അതുകൂടി പരിഗണിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസുമാർക്ക് 6 മാസം ആ ഒരു കാലയളവ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നത്. അപ്പോൾ അതിന് ചില പരിമിതികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ പരിമിതികൾ ഉണ്ടായിരുന്നു എന്നതും കാണേണ്ടതാണ്. എന്തായാലും ഈ ചീഫ് ജസ്റ്റിസിന്, അതായത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന് കാലാവധി കൂടുതലായി ഉണ്ട്. അപ്പോൾ അതുകൂടി ഉള്ളതുകൊണ്ട് ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ച് വിഷയങ്ങൾ അതിൻ്റെ സാധ്യത പരിശോധിച്ച് വിഷയങ്ങൾ പരിഗണിക്കാനുള്ള സാധ്യത ഉണ്ടെന്നതാണ് കാണേണ്ട ഒരു കാര്യം. ഭരണഘടനാ കോടതികൾ ആശുപത്രികളിലെ അത്യാസന വാർഡുകൾ പോലെ പ്രവർത്തിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശിക്കുന്നത്. നിയമപരമായ വെല്ലുവിളി നേരിട്ടാൽ ഒരു പദവിയും നോക്കാതെ ഏതൊരു ഇന്ത്യൻ പൗരനും ഏത് അർദ്ധരാത്രിയും സഹായം തേടി സുപ്രീം കോടതിയുടെ വാതിക്കൽ സമീപിക്കാവുന്നതാണെന്നും ചീഫ് ജസ്റ്റിസ് ഈ അഭിമുഖത്തിൽ പറയുന്നു. എന്തായാലും വളരെ നിർണായകമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ഭരണഘടനാ ബെഞ്ചിന് രൂപം നൽകുന്നു എന്നാണ് കാണേണ്ടത്. 9 അംഗ ഭരണഘടനാ ബെഞ്ചിനാണ് രൂപം നൽകുന്നത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശവും സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയമെന്ന് കാണേണ്ട ഒരു കാര്യം. എന്തായാലും ഈ ഉടനെ ഇത് വാദം കേട്ടാൽ, അതായത് വേനലവധിക്ക് മുമ്പ് വാദം ആരംഭിച്ചാൽ അത് മറ്റൊരു കാര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അത് ആ വിഷയം കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാധ്യത അടക്കം ഉണ്ട് എന്നതും കൂടി കാണേണ്ടതാണ്. എന്തായാലും ദേശീയ ദിനപത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ചീഫ് ജസ്റ്റിസ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. KC ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. പ്രധാനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്, അത് പരിഗണനയിലാണെന്ന് തന്നെയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കുന്നത്. മതസ്വാതന്ത്ര്യവും സ്ത്രീ അവകാശങ്ങളും സംബന്ധിച്ച ചോദ്യങ്ങൾ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയമാണ്. അതായത് വരാനിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഭരണഘടനാ ബെഞ്ചിൻ്റെ 9 അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ രൂപവൽക്കരണമാണ് പരിഗണനയിൽ എന്നും KC സൂര്യകാന്ത് വ്യക്തമാക്കുന്നത്.